ആകാശ് തില്ലങ്കരിയുടെ ജീപ്പ് യാത്രയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വാഹനമുടൻ പിടിച്ചെടുക്കാൻ നിർദ്ദേശം. നിരവധി ക്രിമിനൽ കേസ് പ്രതിയാണ് നിയമലംഘനം നടത്തിയതെന്നും കോടതി. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ യാത്രയിൽ നിയമലംഘനങ്ങൾ നടത്തിയ യാത്രയിൽ നടപടിയെടുക്കാനായി MVD തുനിയുന്നുണ്ട്. അതിനിടയിലാണ് കോടതിയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടാകുന്നത്. എന്താണ് കോടതി നിരീക്ഷണം? അക്ഷയ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ ആകാശ് തില്ലങ്കരിയുടെ ജീപ്പ് സവാരിയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. വയനാട് പനമരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ ആകാശ് തന്നെ തൻ്റെ സമൂഹമാധ്യമ പേജിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് അത് നീക്കം ചെയ്തുവെങ്കിലും അതിൽ നടപടികളുമായി MVD മുന്നോട്ട് പോയിരുന്നു. ആ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇന്ന് ഹൈക്കോടതി ശക്തമായ നടപടികൾ എടുക്കാൻ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തരമായി ആ വാഹനം പിടിച്ചെടുക്കണം, പിടിച്ചെടുത്ത് പരിശോധന നടത്തണം. ആ വാഹനത്തിൽ തന്നെ രൂപമാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ടയറുകളടക്കം വലിയ ടയറുകൾ കയറ്റി രൂപമാറ്റം വരുത്തിയൊരു ജീപ്പാണ്. ആ ജീപ്പിൽ നിരവധി നിയമലംഘനങ്ങളുണ്ട്. അതിന് നമ്പർ പ്ലേറ്റ് ഇല്ല. അത്തരത്തിൽ ഒരുപാട് നിയമലംഘനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ആകാശ് തില്ലങ്കരി നടത്തിയത്. അതുകൊണ്ട് അതിൽ കർശനമായ നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇക്കാര്യത്തിൽ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്ന് ആ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കോടതി ഒരു സ്വമേധയാ തന്നെ കേസെടുത്തുള്ള ഒരു നടപടിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആകാശ് തില്ലങ്കരിയുടെ ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ്. അത്തരത്തിൽ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ വലിയ നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ അത് കണ്ടിരിക്കാൻ കഴിയില്ല എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മോട്ടോർ വാഹന വകുപ്പിനോട് അടിയന്തര നടപടിയിലേക്ക് പോകാനുള്ള ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്.